നാളത്തെ ഇലക്ഷനെ തിരക്കൊന്ന് കഴിയട്ടെ. മറ്റന്നാൾ രാവിലെ എല്ലാവരും സ്റ്റേഷനിൽ എത്തിയിരിക്കണം. സർ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി നാളെ വിട്ടുതരാൻ പറ്റില്ലേ? സർ, ഞങ്ങൾ 2-3 പേര് തിങ്കളാഴ്ച സ്റ്റേഷനിൽ വന്നാൽ പോരെ? നാളെ ഇവിടെ ഇലക്ഷനാന്ന് പറഞ്ഞില്ലേ? 2-3 പേരല്ല, എല്ലാവരും സ്റ്റേഷനിലുണ്ടാവണം. അതുവരെ ആരും എങ്ങോട്ട് പോകാനും പാടില്ല. കേട്ടല്ലോ? ആ, ഇനിയിപ്പോ എന്താ കുറച്ച് കൂടുതൽ ഫോഴ്സിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്ര പേര് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്? സാർ, 8 പേര് അവിടെ ഉണ്ട്. ഞാനൊന്ന് സംസാരിക്കാം. കുറച്ചുപേരും കൂടെ അങ്ങോട്ട് അയക്കാനുണ്ട്. ഓക്കെ സാർ. സർ, സർ, ഞങ്ങൾ ആളറിയാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏയ്, സാർ ഒന്ന് പറയാവോ? ഞാൻ വേണമെങ്കിൽ ചൊവ്വാഴ്ച സ്റ്റേഷൻ വരെ പോവാം. എനിക്ക് മൺഡേ ബാങ്ക് വരെ ചെന്നേ പറ്റത്തുള്ളൂ. അതൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാ. സർ, വ്യാഴാഴ്ച ഞങ്ങളുടെ കല്യാണം. സ്റ്റേഷനിൽ പോകണമെന്ന് കേട്ട് അവൾ ആകെ ടെൻഷനില്ല. ആളുകളൊക്കെ അറിഞ്ഞ വലിയ ബുദ്ധിമുട്ടാവും സാർ. ഞങ്ങൾ എന്തു വേണമെങ്കിലും പോലീസിൻ്റെ അടുത്ത് ഇപ്പം തന്നെ പറഞ്ഞു കൊടുക്കാം. വെറുതെ പറഞ്ഞു കൊടുക്കാമല്ലോ, അതിനതിൻ്റെതായ രീതികളില്ലേ അനിയ. ഒരു ദിവസത്തെ കാര്യമുള്ളൂ, വെയിറ്റ് ചെയ്യ്. സാർ, സാർ വേറെ ഒന്നും നോക്കണ്ട. അവൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ എങ്ങനെ വേണമെങ്കിൽ സഹകരിക്കാം. സാറ് വിചാരിച്ചാൽ ഈ പ്രൊസീജിയേഴ്സ് ഒന്ന് സ്പീഡപ്പ് ആക്കാൻ പറ്റുമോ? പിന്നെ ഏത് ബൂത്തിലാണ് പ്രശ്നം? സാർ, 2-ാം നമ്പർ ബൂത്തിന്റെ അടുത്ത പ്രശ്നം വയർലെസ് മെസ്സേജ്. വിപിനെ, സാർ, പുള്ളി ഹെൽപ്പ് ചെയ്യായിരിക്കുമല്ലേ? അവരെ വിളിക്കേ. നിങ്ങൾ വന്നേ. സാർ, അതെ, സാർ ഒരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കൊരു ഫേവറാ. ഓക്കെ സാർ. സാർ ഇപ്പം നിങ്ങളോട് സംസാരിക്കും. അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരവർ പറയണം. അതിൽ നിന്ന് സാർ ഒരു കൺക്ലൂഷനിലെത്തിയാൽ ബാക്കി ഫോർമാലിറ്റീസ് നമുക്ക് നാളെ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നാളെ ഞങ്ങൾ പറയാം സാർ. മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. നിങ്ങൾ വേണേൽ മുറിയിലോട്ട് വയ്ക്കോ, ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചോളാം. വേണ്ട സാർ, അവക്കെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. ഓക്കെ. ഡിന്നർ നടക്കുന്നതിനിടയിൽ മഴ പെയ്തു, എല്ലാവരും ഓടി മാറി. അവർ മാത്രം അവിടെ പോയി താഴെ വീണു. അതിലൊരു അപാകതയില്ലേ? സാർ, ഡിന്നർ കഴിഞ്ഞും ഷൈനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. Are you sure you want to stay back? Yeah. നിങ്ങളെപ്പോഴാണ് അവസാനം അവരെ കണ്ടേ? സാർ, ഞാൻ ഇടയ്ക്ക് മുറിയിൽ നിന്ന് പുറത്തു പോയായിരുന്നു. ആ സമയത്ത് ഷൈനി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ വഴക്ക് വല്ലതും ഉണ്ടായോ? ഇല്ല സാർ. ഇല്ല. അപ്പോൾ അൺയൂഷ്വലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, നിങ്ങളിവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. ഗെയിം കളിച്ചതും ഇഷ്യൂ ആയതൊക്കെ പറയണ്ടേ? മാത്യു, വെറുതെ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ. പോലീസുകാരുടെ അടുത്തൊക്കെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അത് ശരിയാ, നമുക്ക് ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു വയ്ക്കാം. അപ്പോൾ അവൾക്ക് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? എടാ, അറിയണം. പക്ഷെ ഡിന്നറിൻ്റെ ഇഷ്യൂസ് ഒന്നും പറയാതിരിക്കുക നല്ലത്. നമ്മളെല്ലാവരും മാറും. ഞാൻ അന്നേരെ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഒന്ന് പോസ്റ്റ് ചെയ്തേ. സാർ. നിങ്ങളായിട്ടാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്. എന്നിട്ട് നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ന്യായം വേണ്ടേ? ഞങ്ങൾ സഹകരിക്കുന്നുണ്ടല്ലോ സാർ. ഇവരുടെ കൂട്ടത്തിലെ പുതിയ ആളല്ലേ? കുട്ടി പറയൂ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല സാർ. ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കുട്ടി എന്തിനാ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയത്? അതെനിക്ക് തലവേദന ആയതുകൊണ്ടാ. കുട്ടിയുടെ പേരെന്താ? ആരതി. ആദ്യമായിട്ടാണോ ഇങ്ങനെ? അല്ല, ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുന്നിൽ ഞങ്ങൾ പോലീസുകാർക്ക് കുറ്റം ചെയ്യുന്നവരെക്കാൾ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നവരോടാണ് ദേഷ്യം. കല്യാണം എന്നാ? സാർ, അടുത്ത വ്യാഴാഴ്ച. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? ഇയാളുമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണോ? വേണ്ട സാർ.
ആ സ്ത്രീയുടെ മരണവുമായി കുട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ ഇല്ല സർ. എന്നാ പറയൂ. സർ, ഡിന്നറിന്റെ സമയത്ത് ഇവരെല്ലാരും കൂടെ ഒരു ഗെയിം കളിച്ചു. ഇവരെല്ലാരും കൂടെ? അപ്പൊ കുട്ടി കളിച്ചില്ലേ? ഞാനും കളിച്ചു. എന്ത് കളിയായിരുന്നു? എന്നിട്ട് ആരതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. പിന്നെയാണ് കാറ്റും വലിയ മഴയൊക്കെ പെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാരും എല്ലാം അങ്ങ് മറന്നു അല്ലേ? അങ്ങനെയല്ല സാർ. അതിനുശേഷം എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി. മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് തിരിച്ചു വന്നു. പിന്നെയാണ് ഷൈനി. എനിക്ക് നിങ്ങളുടെ റൂമെല്ലാം ഒന്ന് പരിശോധിക്കണം. ആർക്കും പ്രോബ്ലം ഒന്നുമില്ലല്ലോ? അതിനെന്താ സാർ, ആ നോക്കാം. നിങ്ങളിവിടെ എന്നാ മതി. വിജയ, സർ. നീ ഇവിടെ വെക്കേ. ആരെ ആ, ഫോൺ സർ. ചെയ്യാൻ സർ. സമ്മതിക്കണം. ഓക്കെ സർ. സർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം വേണം. റെഡിയാക്കാം സാർ. നമുക്ക് ആ കളി ഒന്നുകൂടെ കളിച്ചാലോ? ഒരു കളിയും പാതയിൽ നിർത്തരുത്. ഫിനിഷ് ചെയ്യണ്ടേ? ഇനി കളിയൊന്നും വേണ്ട സാർ. അല്ലാതെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചാൽ മതി. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. നിനക്കെന്താ പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? എന്നാൽ എല്ലാവരും അവരവരുടെ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെക്കണം. എല്ലാവരും ഫോൺ അൺലോക്ക് ചെയ്ത് വെക്കണം. കോള് വന്നാൽ ഞാൻ പറയുന്ന പോലെ സംസാരിക്കണം. അല്ല, ഇനി പാതിരാത്രിക്ക് ആര് വിളിക്കാനാ സാർ? നമുക്ക് അങ്ങോട്ടും വിളിക്കാമല്ലോ. കളിയുടെ നിയമമൊന്നും ഞാൻ മാറ്റുന്നില്ല. എല്ലാം പഴയതുപോലെ. 2 വ്യത്യാസങ്ങളുണ്ട്. കളിക്ക് ടൈം ലിമിറ്റൊന്നുമില്ല. പിന്നെ ഈ കളി ഞാനും ഉണ്ട്. ഒരേ സമയം കളിക്കുകയും കളി നിയന്ത്രിക്കുകയും ചെയ്യുന്ന റഫറി ആയിട്ട്. കളിക്കിടെ ചോദ്യങ്ങളുണ്ടാവും. അതിന് മറുപടി പറയേണ്ടി വരും. നിയമങ്ങൾ ചിലപ്പോൾ മാറ്റിയെന്ന് വരാം. ആരെങ്കിലും ഫൗള് കാണിച്ചാൽ ബാക്കി കളി സ്റ്റേഷനിൽ പോയിട്ടാവും. തുടക്കം ഞാനാണല്ലോ. ഇത് DYSP ശ്രീകുമാർ, എൻ്റെ പഴയ സുഹൃത്താ. ഈ പഴയ സുഹൃത്തുക്കളെ പേടിക്കണം അല്ലേ സിദ്ധാർത്ഥ്? ഹലോ. ആ, നീ എന്റെ ടെറിട്ടറി വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലേ? നമ്മുടെ CA വിപിൻ വിളിച്ചപ്പോഴാണ് നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. ഇയാൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഒറ്റ ദിവസത്തെ പരിപാടി ഉള്ളായിരുന്നു. അതാ ഞാൻ വിളിക്കാത്തത്. നടക്കട്ടെ. ഇനി എന്താ പരിപാടി? നേരെ ജോയിൻ ചെയ്യാൻ പോവാണോ അതോ? അല്ല, നാളെ രാവിലെ ഒന്ന് പഴനിക്ക് പോകണം. പഴനിക്ക്? എന്താ, ഞാനപ്പോഴത്തെ തത്വമയിൽ ഏറിടും ഷൺമുഖനെ പാത്ത് എൻ്റെ മുടിയും താടിയൊക്കെ കൊടുക്കണം. സസ്പെൻഷൻ വഴിപാടാ. ഇങ്ങനെ പോയാലും പഴനി ആണ്ടോന് വേറെ ആരുടെയും മുടി വേണ്ടി വരില്ല. ഇന്നു മുതൽ മദ്യപാനമൊക്കെ നിർത്തുക. അതെ, എന്താണ് അവിടുത്തെ പ്രശ്നം? മർഡറാണോ? അറിയില്ല. ഫോറൻസിക് റിപ്പോർട്ട് വരണം. എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. അവന്മാര് വഴങ്ങുന്നില്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് പറഞ്ഞോട്. ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. 1-2 പൊട്ടിച്ച മണി പോലെ പറഞ്ഞോളൂ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ നന്നായി സഹകരിക്കുന്നുണ്ട്. ഓക്കെ, നടക്കട്ടെ. ശരി, നാളെ പറ്റാണേ ഞാൻ അതുവഴി വരാം. ഓക്കെ എന്നാ. അപ്പൊ സിദ്ധാർത്ഥ് ആരതിയുടെ പുറകെ പോയിട്ട് സർ, then what happened? അല്ല, ഇവിടെ കേട്ടതല്ല സത്യം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. എവിടെ വെച്ച്? റൂമിൽ വെച്ച്. ആരുടെ റൂമിൽ? ആരുടെ റൂമിൽ വെച്ച്. അപ്പൊ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഫിദ അങ്ങോട്ട് വന്നിരുന്നു. ഫിദ എന്തിനാ അങ്ങോട്ടെന്ന്? ഞാനും ആരതിയും ഒരേ റൂമിലാണ് താമസിക്കുന്നത്. പിന്നെ ആരതിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതി. എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ?
സിദ്ധാർത്ഥിന്റെ സുഹൃത്ത് ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഫിദയ്ക്ക് എന്തെങ്കിലും അറിയാം? ഇല്ല. പിന്നെ ഫിദ എന്ത് പറഞ്ഞാണ് ആര്യതയെ മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ ആശ്വസിപ്പിക്കാൻ അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? സാർ അപ്പോഴേക്കും ഷൈനി മുറിയിലേക്ക് കയറി വന്നു.